പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകണം. ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. പശുമല കവലയിലുള്ള KR ബിൽഡിംഗിലാണ് തീപിടുത്തമുണ്ടായത്. 5 കടകളും കമ്പ്യൂട്ടർ സെന്ററും ഡ്രൈവിംഗ് സ്കൂളും കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, ഗുഡ് മോർണിംഗ്. സന്ദീപ്, എപ്പോഴായിരുന്നു സംഭവം? തീ നിയന്ത്രണ വിധേയമാക്കിയോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീ നിയന്ത്രണ വിധേയമാക്കി പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ ഒരു തീപിടുത്തം ഈ വണ്ടിപ്പെരിയാർ ടൗണിലെ പശുമല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കടയിൽ ഉണ്ടാകുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഇതൊരു പഴയ കെട്ടിടമാണ്. തടി കൊണ്ടാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ വളരെ വേഗത്തിൽ ആളിപ്പടരുന്നതിന് ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം പീരുമേട്ടിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയിരുന്നുവെങ്കിൽ പോലും തീ നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നായി 2 ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിയാണ് തീ അണയ്ക്കുന്നത്. 2 മണിക്ക് തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് തീ അണയ്ക്കാൻ സാധിച്ചത്, പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ബിൽഡിംഗ് പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്ന 5 കടകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും ഈ കടകൾ കത്തി നശിച്ചതിലൂടെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായി ഈ ഷോർട്ട് സർക്യൂട്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കൊന്നും തീ പടരാതിരിക്കുന്നതിന്, ഈ ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റു ബിൽഡിങ്ങുകളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ആദ്യമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് നടത്തി. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീടാണ് കട്ടപ്പനയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ പൂർണ്ണമായി അണച്ചത്. ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും പ്രത്യേകം ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് ചൂട് കാലമാണ് വരുന്നത്, വരൾച്ചയുടെ കാലമാണ്. നമ്മൾ ലോസ് ഏഞ്ചൽസിലെ തീയെക്കുറിച്ച് വലിയ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലും തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏതു മേഖലയിലുമുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. പ്രത്യേകിച്ച് കടകളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ശരി, ആവശ്യമില്ലാത്ത സ്വിച്ചൊക്കെ കൃത്യമായിട്ട് ഓഫ് ചെയ്ത് പോവുക. ഷോർട്ട് സർക്യൂട്ടിനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കുക.